ദൈവ വചനം അപ്പോസ്തല പ്രവൃത്തിയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ 5-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗങ്ങൾ നാം ചിന്തിച്ചു. 12 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏകമനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടിവരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടന്നു. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. തിരുവചനം ഞങ്ങളോടൊന്ന് സംസാരിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പുരുഷന്റെ മറവിൽ അടിയനെ നിർത്തണമേ. ഈ വചനധ്യാനം ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അനുഗ്രഹവും വിടുതലും ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വർധനവിനുമായിട്ട് തീരേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലേക്ക് പിന്നെയും ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം ചിന്തിച്ച ഭാഗം, അന്ന് നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുവെന്ന് നാം അവിടെ കാണുന്നു. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഇതിനൊരു പാറ്റേൺ, അപ്പോസ്തലനായ പത്രോസിന്റെ കടന്നു പോകുന്ന വഴികളിൽ രോഗികളെ കൊണ്ടുവന്ന് അപ്പോസ്തലന്റെ നിഴല് തട്ടി അവർക്ക് സൗഖ്യം വന്നു എന്ന് നമ്മളിവിടെ കാണുന്നു. 2, ഇവര് അനേക അത്ഭുതങ്ങൾ അപ്പോസ്തലന്മാരാൽ നടന്നുവെന്ന് 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. ഇപ്പോൾ എല്ലാ അത്ഭുതങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഒരുപാട് അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ അവിടെ നടക്കുവാനായിട്ടിടയായി. ഇപ്പൊ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളെ കുറിച്ചും ചെറിയൊരു ചിന്ത ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ഇത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ട്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനൊരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇതൊന്നും വലിയ കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത് എന്ന്, അല്ലെങ്കിൽ അത് കർത്താവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ള പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പൊ വ്യത്യസ്തമായ ചിന്താഗതികൾ ഈ ഒരു വിഷയത്തിനകത്ത് ഉള്ളതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പഠിപ്പീരും ദൈവവചനത്തിന്റെ വ്യവസ്ഥയും അനുസരിച്ച് 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്താണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും, എന്തിനു വേണ്ടിയിട്ട് അത് ദൈവസഭയിൽ സംഭവിക്കുന്നു എന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഒരു കാര്യം അവിടെ പറയുന്നത്, വചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ പ്രസംഗിച്ചു, ഇവരാൽ നടന്ന അടയാളങ്ങളാൽ തിരുവചനം ഉറപ്പിക്കപ്പെട്ടു. അപ്പൊ ഈ അത്ഭുതങ്ങൾ എന്തിനു വേണ്ടി സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അത്ഭുതങ്ങളുടെ 1-2 അതിന്റെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, അത് ഫിസിക്കലായിട്ട് ഇമോഷണലായിട്ടെല്ലാം ഒരു ബൂസ്റ്റ് നൽകും. ഒരു ദൈവസഭയിൽ ഒരു അത്ഭുതം നടന്നാൽ ആ അത്ഭുതം നടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അതൊരു വിടുതലായിരിക്കും. അതോടൊപ്പം തന്നെ അത് കാണുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം അവരുടെ ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്യുവാനായിട്ട് അത് പ്രയോജനപ്പെടും. എന്നാൽ അവിശ്വാസികളുടെ നടുവിൽ ഈ അത്ഭുതങ്ങൾ തിരുവചനം ഉറപ്പിക്കപ്പെടുവാനായിട്ട് ഒരു കാരണമായി തീരും. ഫറവോന്റെ മുമ്പിൽ വന്ന മോശയുടെ കയ്യിലെ വടി പാമ്പായി സർപ്പമായി മാറിയത്, ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, മോശ ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ പോയി പറഞ്ഞാൽ അവൻ വിശ്വസിക്കത്തില്ല. അപ്പോഴാണ്
ദൈവം അവനോട് പറഞ്ഞത്, നീ പോകുക, നിനക്ക് വേണ്ടി ഞാൻ ഒരു അത്ഭുതം പ്രവർത്തിക്കും. അപ്പൊ ഈ പുതിയ നിയമസഭയുടെ വ്യവസ്ഥയും അനുസരിച്ച് നമ്മുടെ ദൈവത്തിന്റെ തിരുവചനം പ്രസംഗിക്കപ്പെടുന്നിടത്തൊക്കെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് നാം കാണുകയും നാം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഉണ്ട് എന്നുള്ള കാര്യം നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഒന്ന്, വളരെ ക്ലിയറായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പുതിയ നിയമസഭയിൽ അത് ധാരാളമായി നടക്കുന്നു. എന്നാൽ പലപ്പോഴും ഇത് കൂടുതലായി നടക്കുന്നത് നമ്മൾ കാണുന്നത് വെച്ചിട്ട് കൂടുതലായിട്ട് നടക്കുന്നത് പലപ്പോഴും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളുടെ നടുവിൽ. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പല ഗ്രാമങ്ങളിലും ഒക്കെ പോയി മീറ്റിംഗ് നടത്തുകയും അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ അനേക വിടുതലുകൾ നടക്കുന്നത് കാണാറുണ്ട്. പറഞ്ഞു വന്നതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. തിരുവചനം ഉറപ്പിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവസഭയിൽ നടക്കുന്നത്. അതിനകത്ത് വേറൊരു ആശയം, പലപ്പോഴും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പുറകിലുള്ള ഇന്റൻഷൻ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എന്തിനു വേണ്ടിയിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം? ഞാനും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവസഭയിലും മിക്കവാറും പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്തിനു വേണ്ടി നടക്കണം എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അകത്ത് കാണണം. അതൊരിക്കലും നമ്മുടെ പേര് വലുതാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഇന്റൻഷന് വേണ്ടിയിട്ടല്ല. പകരമായത് ദൈവസഭയുടെ ഒരു ആവശ്യമായി, അത് ഒരു അത്ഭുതം നടന്നാൽ, അവിടെ ഒരു വിടുതൽ നടന്നാൽ അനേകർ കർത്താവിനെ അറിയുവാനായിട്ട് പറഞ്ഞതിൻ്റെ ഒരു വ്യക്തമാക്കിയാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തിരുവചനം ക്യാരി ചെയ്യപ്പെടണം. പലപ്പോഴും സംഭവിക്കുന്നത് മറിച്ചാണ്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യക്തികളെയാണ് പലപ്പോഴും ക്യാരി ചെയ്യുന്നത്. അവിടെയാണ് പലപ്പോഴും ചെറിയ പാളിച്ചകൾ നമുക്ക് പറ്റുന്നത്. ഇപ്പോൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്കൊരു ടേക്ക് ഹോം മെസ്സേജ് ഉള്ളത്, അത്ഭുതങ്ങളും അടയാളങ്ങളും തിരുവചന പ്രകാരം നടക്കണം. പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കണം? തിരുവചനം ഉറപ്പിക്കപ്പെടണം. മറ്റൊരു ഭാഗത്ത് നാം കാണും, അപ്പോസ്തലന്മാരുടെ അപ്പോസ്തോലികത്വം സ്ഥാപിക്കപ്പെടുവാനായിട്ട് അവരിലൂടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നാം മറ്റു ഭാഗത്ത് വായിക്കാറുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടന്നുവെന്ന് നാം വായിക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പോസ്തലന്മാർ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ അന്ന് ആദിമഘട്ടത്തില് ദൈവസഭയുടെ ആരംഭത്തില് ഇവർക്ക് ഈ ആത്മാവിനെ പ്രാപിക്കുകയും അന്യഭാഷ പ്രാപിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും അവരുടെ മനസ്സിനകത്തുള്ള ഒരു കോൺസെപ്റ്റ്, അവരെന്നും യഹൂദരാണെന്നും യഹൂദന്റെ ആചാരപ്രകാരമാണ് അവർ ജീവിക്കണമെന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിനകത്തുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെ അവരെന്നും അവിടുത്തെ മണ്ഡപത്തിൽ പോയി അവിടെ കൂടി വരികയും അവരോട് തിരുവചനം സംസാരിക്കുകയും ചെയ്തു എന്ന് നാം ഇവിടെ കാണുന്നു. അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. 13-ാമത്തെ വാക്യം, മറ്റുള്ളവരിലാരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. അപ്പോൾ ഈ 5-ാമത്തെ അധ്യായത്തില് വലിയൊരു വിഷയമല്ല, വലിയൊരു ഭയപ്പെടുത്തുന്ന ഒരു സംഭവം നടക്കാനായിട്ടിടയായി. അനന്യാസിന്റെയും സഫീറയുടെയും കാര്യം വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇവിടെ ഈ വാക്യം എഴുതി ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു, എന്താണ് മറ്റുള്ളവരിൽ പലരും ഇവരോട് ചേരുവാൻ തുനിഞ്ഞില്ല എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഒരു ആശയം പറഞ്ഞാൽ, ദൈവസഭയിൽ അന്ന് സീരിയസ് ആയ ഒരു വിഷയം നടന്നപ്പോൾ ദൈവസഭയിൽ ചെറിയൊരു കാര്യത്തിൽ കള്ളത്തരം കാണിച്ചവന്റെ മേല് അതിശക്തമായ ദൈവത്തിന്റെ കോപം അതിന്റെ മേൽ ജ്വലിച്ചു എന്ന് കണ്ട് ആ വിഷയമൊക്കെ കണ്ടപ്പോൾ ഇവരുടെ ഇടയിൽ വലിയ ഭയം ഉണ്ടായി. അവിശ്വാസികളുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും ഒക്കെ വലിയ സീരിയസ്നെസ് ഉണ്ടായി, വലിയ ഭയം ഉണ്ടായപ്പോൾ മറ്റുള്ളവര് ഇവിടെ വന്ന് കയറാതായി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവസഭകളിലാണെങ്കിലും ആ ഒരു അകത്ത് വരുന്നവരില് ഒരു സീരിയസ്നെസ് ഉള്ളത് നല്ലതാണ്. അപ്പം വരുന്നവർക്കും കാര്യങ്ങൾ മനസ്സിലാകും, ഇവിടെ ഇതൊരു ക്ലബ് അല്ല എന്നുള്ളതും ഇവിടെ എന്തുമാകാമെന്നും എന്നുള്ള ചിന്ത മറ്റുള്ളവരിൽ നിന്ന് മാറുമ്പോൾ
യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ ഇതിനകത്തോട്ട് കടന്നു വരാറൂ. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതുപോലെ യഹൂദന്മാർക്ക് അവർക്ക് ആദ്യം ഇത് മനസ്സിലായില്ലെങ്കിലും ഇവരെ ഒരു വേർപെട്ട കൂട്ടമാക്കുവാനാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും വെളിയിലുള്ളവർക്ക് മനസ്സിലായി, നമുക്ക് വെറുതെ ഈ കൂട്ടത്തിലൂടെ പോകാനായിട്ട് പറ്റത്തില്ല. ഈ കൂട്ടത്തിലൂടെ പോകണമെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടൊരു ഒരു സീരിയസ് ആയ ഒരു ലൈഫ് സ്റ്റൈൽ ആവശ്യമുണ്ട്. കാര്യം ഇവരുടെ നടുവിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ഇടയിലും അങ്ങനെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുകയും പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തികൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവസഭയിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവന്റെ അകത്ത് ആ ഒരു സീരിയസ്നെസ് ഉണ്ടാകണം. ഇവിടെ എന്തുമാകാമെന്ന് അവരൊരിക്കലും ചിന്തിക്കരുത്. ഇവിടെ വരുമ്പോൾ ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ജനം ഭയത്തോടും ഭക്തിയോടും കൂടെ ആയിരിക്കുവാനായിട്ട് ഇടയാകും. അതാണ് 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. മറ്റുള്ളവരെല്ലാവരും അവരോട് ചേരുവാനായിട്ട് തുനിഞ്ഞില്ല. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു പോകുന്നു. രണ്ട് കാര്യങ്ങളും എഴുതിയിരിക്കുന്നു. ഒന്ന്, വെളിയിലുള്ളവർക്ക് ഇവരോട് ചേരുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി ദൈവത്തെ അനുസരിക്കണമെന്നും ദൈവത്തെ ഫോളോ ചെയ്യണമെന്നും താല്പര്യമുള്ള ഒരു ജനക്കൂട്ടത്തെ ദൈവം അവിടെയും ഇവരോടുകൂടെ ചേർക്കുവാനായിട്ടിടയായി. ഒരു കാര്യം നാം എപ്പോഴും ഓർക്കണം, എപ്പോഴും ഒരു റെമനന്റ് മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു റെമനന്റ് മാത്രമേ ഈ ദൈവസഭയോടുകൂടെ ആകത്തുള്ളൂ. എല്ലാവരും രക്ഷ പ്രാപിക്കത്തില്ല, എല്ലാവരും ആ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരത്തില്ല. ദൈവം കണ്ടതിനെ ചിലതിനെ മാത്രമേ ദൈവം ഇതിനകത്തോട്ട് കൂട്ടിച്ചേർക്കത്തുള്ളൂ. നമുക്കിന്ന് ആ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയോ വലിയ പ്രിവിലേജ് ദൈവം തന്നിരിക്കുക. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പഠിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നാം ഇതുവരെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടോ നോളജ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല മാനേജ് ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല നാം ഇതിന്റെ ഭാഗമായി തീർന്നത്. ദൈവം നമ്മളെ കണ്ടതുകൊണ്ട്, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയതുകൊണ്ട്, ഒരൊറ്റ കാരണത്താലാണ് നാം ഈ കൂട്ടത്തിലായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാം എപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയേണ്ടത്, ആ ഒരു വലിയ ചിന്ത നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുവാനായിട്ടിടയാകും. കാര്യം ദൈവം നമ്മളെ കണ്ടു, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ഈ കൂട്ടത്തിലാകുവാനുള്ളൊരു വലിയൊരു പ്രിവിലേജ് ദൈവം നമുക്ക് തന്നു. അവിടെ തന്നെ രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ ഏതെങ്കിലും അതൊരു വേ ഓഫ് ഡെലിവറൻസ് അവിടെ നടക്കുന്നെങ്കിലും നാം ആ തിരുവചനം പഠിച്ചു നോക്കുമ്പോൾ പല രീതിയിൽ ഡെലിവറൻസ് നടക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. പക്ഷെ ഇതൊന്നും ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ അല്ല, ഇത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന സംഭവമല്ല. ഒരു പ്രാവശ്യം ദൈവം അങ്ങനെയാണ് പ്രവർത്തിച്ചതെങ്കിൽ വേറൊരു പ്രാവശ്യം മറ്റൊരു രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പം പൗലോസിന്റെ ആണെങ്കിൽ തന്റെ ഹാൻഡ് കർച്ചീഫിനകത്ത് ആയിരിക്കും കൊണ്ടിടുന്നിടത്താണ് രോഗികൾ സൗഖ്യമായത്. പത്രോസിന്റെ ഈ ഒരു ഭാഗത്തിൽ പറയുന്നു, തന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. പറഞ്ഞതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ, വ്യത്യസ്തമായ രീതിയിലായിരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അത് നമുക്കൊരു പ്രത്യേക പാറ്റേൺ ആയിട്ട് എടുക്കുവാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇതിന്റെ മറ്റൊരു സൈഡും കൂടെ ഉണ്ട്. ഇങ്ങനെ ജനമൊക്കെ കൂടി വരുവാനായിട്ട് ഇടയാകും, അവർക്ക് അറ്റൻഷൻ ലഭിക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ ഇങ്ങനെ അറ്റൻഷൻ ലഭിക്കുമ്പോൾ തന്നെ മറ്റൊരു സൈഡില് ശത്രുക്കൾ വിണ്ണയിക്കുവാനായിട്ട് ഇടയാകും. അതാണ് 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഒന്ന് വായിക്കാം. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഈ ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുമ്പോൾ ലൂക്കോസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ കാരണം കൂടെ എഴുതുവാനായിട്ട്, ഇവരെ തടവിലാക്കിയതിന്റെ കാരണം ആ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു. കാര്യം ഈ അപ്പോസ്തലന്മാരാൽ നടക്കുന്ന പ്രവൃത്തികൾ കണ്ടപ്പോൾ ഇതുവരെ ഈ ലീഡർഷിപ്പിലിരുന്ന വ്യക്തികളെ കൊണ്ട് ഒന്നും നടക്കാത്ത വലിയ അത്ഭുത പ്രവൃത്തികൾ ഇവരിലൂടെ നടക്കുന്ന കണ്ടപ്പോൾ ഇവർക്ക് അസൂയ ഉണ്ടായി.
ഇവർക്ക് അസൂയ ഉണ്ടായപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇവരെ പിടിച്ച് തടവിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഇന്നീറ്റ ഈ കൂട്ടത്തില് സദൂക്യർ, ഇവരാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതാണ്. ഇവരാണ് ഈ യഹൂദന്മാരുടെ ന്യായങ്ങളും അവരുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ കോടതി. അപ്പൊ അവരാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവരെ വിളിച്ചു, അവരോട് പറഞ്ഞു, അവർക്ക് അസൂയ കൊണ്ടാണ് ഇവരെ പിടിച്ച് തടവിലാക്കിയതെങ്കിലും അവർക്ക് പറയുവാനായിട്ട് മറ്റൊരു കാരണമുണ്ടായിരുന്നു. എന്താണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും സദൂക്യർക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഏഞ്ചൽസിനെയോ റിസറക്ഷനെയോ ഇതൊന്നും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കർത്താവിന്റെ പുനരുദ്ധാനവും കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റു എന്നുള്ളതും അവരെ സംബന്ധിച്ച് അവരുടെ പഠിപ്പീരനുസരിച്ച് അത് തെറ്റാണ്. ഏഞ്ചൽസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചോ ഏഞ്ചൽസിനെ കുറിച്ചോ ഒന്നും ഇവർക്ക് അറിവില്ല, അവരതിനെ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള സദൂക്യര് ആണ് ഇവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയത്. അപ്പോൾ ഇതിന്റെ 20-ാമത്തെ വാക്യം, അതിന്റെ 19, 20, 21 വാക്യം വായിച്ചു. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോട് പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. അവർ പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. അതെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവരെ ആരെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ദൂതനെ കൊണ്ടാണ് ഇവിടെ ഈ അപ്പോസ്തലന്മാരെ വിടുവിച്ച് കാരാഗ്രഹത്തിന് വെളിയിൽ കൊണ്ടുവരുന്നത്. ആത്മാവിൽ വിശ്വസിക്കാത്തവരോട് ഈ ആത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുവാനായിട്ട് പറ്റത്തില്ല. കാര്യം ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഇതിനെ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യുവാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ സദൂക്യരുടെ അല്ലെങ്കിൽ ഈ സദൂക്യരുടെ കാരാഗ്രഹമാണ് ഈ ദൂതനെ അയച്ച് കർത്താവ് പൊളിച്ച് ഇവരെ വെളിയിൽ കൊണ്ടുവരുന്നത്. അതൊരു രസകരമായ ഒരു ചിന്തയാണെന്ന് എനിക്ക് അവിടെ തോന്നുവാനായിട്ട് ഇടയായി. അപ്പം ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഓപ്പൺ ദ ഡോർ എന്നാണ് 19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, 20-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പി. ഹല്ലേലൂയ. ഇവരെ വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷവും അവരോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേരത്തെ ചെയ്ത അതേ പ്രവൃത്തി തന്നെ പോയി പിന്നെയും ചെയ്യുവാനാ പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ ഒരാളെ ഒരു പ്രവൃത്തിയില് ശിക്ഷിച്ചു, അവരെ പിന്നെയും പരിശുദ്ധാത്മാവ് പറയാണ് അതേ പ്രവൃത്തി തന്നെ ചെയ്യുവാനായിട്ട്. മാനുഷികമായിട്ട് നമുക്ക് നോക്കിയാല് അതിനകത്തൊരു ലോജിക്കൊന്നും നമുക്ക് കാണത്തില്ല. എവിടെ നിന്ന് പിടിച്ചോ അവിടോട്ട് തന്നെ തിരിച്ചയക്കിയവരെ. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സമയമാകുന്നിടം വരെ ഇവരെ ആർക്കും തൊടാൻ കഴിയത്തില്ല. പക്ഷെ അന്നേരം തന്നെ ഒരു കാര്യം ചിന്തിക്കണം, എപ്പോഴും ഈ വിടുതൽ നടക്കണമെന്നുമില്ല. കാര്യം ദൈവത്തിന്റെ സമയമായപ്പോഴ് ഈ യോഹന്നാൻ ഒഴിച്ച് മറ്റ് അപ്പോസ്തലന്മാരെല്ലാവരും അവരെല്ലാം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അവരെല്ലാം അവരുടെ പല സമയങ്ങളിലും ദൂതനെ അയച്ചും കാരാഗ്രഹത്തിൽ നിറയ്ക്കുകയും ദൈവത്തിന്റെ അത്ഭുതകരമായ കരം പ്രവർത്തിച്ചും ഒക്കെ അവരെല്ലാം വിടുവിക്കുവാനായിട്ടിടയായി. പക്ഷേ അവരുടെ എല്ലാം ഒരു സമയത്ത് അവരുടെ ശുശ്രൂഷ തികഞ്ഞതിന് ശേഷം അവരെല്ലാം ഈ ഇവരുടെ കരങ്ങളാൽ തന്നെ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി. അതിൻ്റെ ഒരു ചിന്ത എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം, ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം, നമ്മളെ ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ദൗത്യം, അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ നാം ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു, അത് എത്ര നാൾ പ്രസംഗിക്കുന്നു എന്നുള്ള വിഷയമല്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ സമയം മുഴുവനും ദൈവത്തിന്റെ ആ നിയോഗത്തിൽ നിന്ന് ചെയ്യുക എന്നുള്ളത്.
പക്ഷെ നാം പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷവും, നമ്മുടെ മരണത്തിന് ശേഷവും, നമ്മുടെ കാലത്തിന് ശേഷവും ഈ സുവിശേഷം ഒരിക്കലും നിൽക്കുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലന്മാര് അവർക്ക് കൊടുത്ത തിരുവചനം അവർ ശക്തിയോടെ പ്രസംഗിച്ചു. അതിനുശേഷം ഈ അപ്പോസ്തലന്മാരുടെ മരണശേഷവും ഈ സുവിശേഷം എങ്ങും നിൽക്കുന്നില്ല. അതിശക്തിയായിട്ട് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാല് അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നു. അത് ദൈവത്തിന്റെ പ്ലാനിനകത്തുള്ള കാര്യമായതിനാൽ അതിനെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇന്ന് പലരും, പല രാജ്യങ്ങളും ഇതിനെയൊക്കെ ഭയപ്പെടുത്തി അതിന്റെ വാതിലുകൾ അടച്ചിട്ടും എവിടെയും സ്വാതന്ത്ര്യത്തോടുകൂടെ ആ രാജ്യങ്ങളെല്ലാം പെനിട്രേറ്റ് ചെയ്ത് ഗോസ്പൽ പലരുടെയും ജീവിതങ്ങളെ മാറ്റി, പലരുടെയും ഹൃദയങ്ങളെ മാറ്റുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ നിറക്കി ദൂതൻ പിന്നെയും അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിച്ച് ദേവാലയത്തിൽ പോയി പ്രസംഗിക്കണം. 22-ാമത്തെ വാക്യം, 22-23. സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായി തീരുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ ഒരുത്തൻ വന്ന്, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നുവെന്ന് ബോധിപ്പിച്ചു. പടനായകൻ സേവകരുമായി ചെന്നു. ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങള് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഇവരെ കാരാഗ്രഹത്തിലായിരുന്നു. കാരാഗ്രഹത്തിന്റെ പൂട്ടൊന്നും മാറിയിട്ടില്ല. പൂട്ടൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇവരാരും അറിയാതെ ദൂതൻ ഇവരെ പുറത്തു കൊണ്ടുവന്നു. അവർ പിന്നെയും ദേവാലയത്തിൽ പോയി പ്രസംഗിക്കുക. ഇവരെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റനും ആ സംഘം എല്ലാം കൂടെ ചെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇവരെ കാരാഗ്രഹത്തിൽ കാണുന്നില്ല. അപ്പൊ ഇവരോട് ചോദിച്ചു. അപ്പൊ മറ്റുള്ളവർ വന്ന് പറഞ്ഞു, അവരെന്ത് ചെയ്യുന്നു? അവർ ദേവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. ആ 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇവരെ ഭയപ്പെട്ടു എന്ന്. ഈ പടനായകന്മാരും സേവകരും ഒക്കെ ചെന്ന് ഇവരെ ഭയപ്പെട്ടു. കാര്യം ഇവരെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയാൽ ജനം അവരെ കല്ലെറി. ദൈവം നമ്മളെ ഒരിടത്ത് നിർത്തിയാൽ, ദൈവം നമ്മളെ ഒരു സ്ഥാനത്താക്കിയാൽ, ദൈവത്തിന്റെ പ്ലാൻ ആണെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി ആണെങ്കിൽ നമ്മളെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുവാനും അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് വേണ്ടി ചില സാഹചര്യങ്ങളെ ദൈവം ഒരുക്കും. നമുക്ക് വേണ്ടി ചില പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ ദൈവം മാറ്റും. അവിടെ ഒരധികാരവും ഇല്ലാത്ത ഈ അപ്പോസ്തലന്മാരാൽ പ്രസംഗിക്കപ്പെടുന്ന തിരുവചനം മറ്റുള്ളവർ കേൾക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാകിയാൽ ഇവരെ തൊടുവാനായിട്ട് മറ്റുള്ളവർക്ക്, ഈ അധികാരമുള്ള പലർക്കും കഴിഞ്ഞില്ല. ഈ അധികാരമുള്ളവർ ഈ അധികാരമില്ലാത്തവരെ ഭയപ്പെട്ടു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നിട്ട് 27-ാമത്തെ വാക്യമാണ് 27-28 ഒന്ന് വായിച്ചോ. അങ്ങനെ അവരെ കൊണ്ടുവന്ന ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. ആ പദം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ യെരൂശലേമിനെ ഈ വചനത്താൽ നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദേശങ്ങളൊക്കെ തിരുവചനത്താൽ നിറഞ്ഞാൽ എത്ര നല്ലതായിരുന്നു. എല്ലാ ദേശങ്ങളും തിരുവചനത്താൽ നിറയണം. ഈ വാക്യം എഴുതിയപ്പോൾ, ഈ വാക്യം വായിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, നമ്മൾ ആയിരിക്കുന്ന സ്ഥലമൊക്കെ ആ തിരുവചനത്താൽ നിറയപ്പെടണം. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരുപാട് മാനുഷികമായ വചനങ്ങളാൽ ഒക്കെ, അല്ലെങ്കിൽ മാനുഷികമായ ഫിലോസഫികളൊക്കെ ഒന്ന് മാറി തിരുവചനം എല്ലായിടും കേൾക്കണം. തിരുവചനം എല്ലായിടും എഴുതപ്പെടണം. പഴയ ബിൽഡിങ്ങുകളിലൊക്കെ ഈ കാനഡയിൽ
പഴയ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന തിരുവചനം, ദൈവവചനത്തിന്റെ കോട്ടുകളൊക്കെ സിമെന്റില് അല്ലെ കല്ലേൽ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നത് കാണാൻ എത്ര മനോഹരമാണ്. നിങ്ങൾ സത്യം അറിയാൻ, ഞാനൊരു യൂണിവേഴ്സിറ്റിയുടെ അവിടെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്ന ഒരു വാക്യം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ സമൂഹം സത്യം അറിയുന്നില്ല എന്നുള്ളത്. ഇന്ന് ഇരുട്ടിന്റെ അധികാരത്തിൽ അല്ലെ ഇരുട്ടിന്റെ ചങ്ങലയിൽ കിടക്കുന്നതിന്റെ കാരണം ഇന്ന് നമ്മുടെ യുവ തലമുറകൾ സത്യം അറിയുന്നില്ല. ഹല്ലേലൂയ. ഈ സത്യം സത്യമായിട്ട് നാം അറിയണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ വലിയ പ്രാർത്ഥനയായിട്ട് മാറണം. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊക്കെ തുറക്കണം. നമ്മുടെ യൗവനക്കാരുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊക്കെ തുറക്കണം. അവർ സത്യം അറിഞ്ഞാല് ഒരു വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് ഇടയാകും. ആ വലിയ സന്തോഷം അനുഭവിക്കുവാനായിട്ട് ഇടയാകും. പിന്നെ ഇതൊന്നും ഒരു കമ്പൽഷനായിട്ട് മാറത്തില്ല. തിരുവചനം പഠിക്കുന്നതും തിരുവചനം ധ്യാനിക്കുന്നതും തിരുവചനം പ്രസംഗിക്കുന്നതും അതിനകത്ത് സമയം ചെലവഴിക്കുന്നതും ഒക്കെ ഒരു ആഹ്ലാദമായി മാറണമെങ്കിൽ ആ സത്യത്തിന്റെ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ ശത്രുക്കളുടെ വായിൽ നിന്നാണെങ്കിലും കേട്ട ഒരു വാക്ക്, എത്ര നല്ലൊരു വാക്ക്, നിങ്ങൾ ഈ യെരൂശലേമിനെ ആ വചനത്താല് നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് വായിക്കാം. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു, ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നുവെന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കൈയായി ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് ദൂതൻ കാരാഗ്രഹത്തിന്റെ വെളിയിൽ കൊണ്ടുവന്ന് പത്രോസിനെ ദേവാലയത്തിൽ പ്രസംഗിപ്പിക്കുക. അവിടെ നിന്നാണ് ഈ കാരാഗ്രഹത്തില് ഈ പ്രമാണിമാരും ഈ സദൂക്യരും എല്ലാവരും കൂടെ പത്രോസിനെ പിടിച്ചുകൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ താൻ അതിന് പറയുന്ന ഉത്തരം, താൻ ആദ്യം പറഞ്ഞ ഒരു ഉത്തരത്തില് അവിടെ കറക്റ്റായിട്ട് പത്രോസ് പറയുന്ന ഒരു കാര്യം യേശുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവന് ആദ്യം പറയുന്നു പത്രോസ് മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. 30-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. അവിടെ പത്രോസ് ഒരു കാര്യം ഉപയോഗിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ഒരു ദൈവമാണ് ഈ പുത്രനെ ഇങ്ങോട്ട് അയച്ചതെന്നുള്ളതും ഈ പിതാക്കന്മാരുടെ ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഈ പിതാക്കന്മാരുടെ ദൈവം യേശുവിനെ ഉയർപ്പിച്ചു എന്നുള്ള സത്യം അവിടെ പത്രോസ് കണക്ട് ചെയ്യുക. ഞാൻ ഒരു ചിന്ത ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേനെ? നമ്മൾ യേശുവിനെയും വിട്ടേനെ, പിതാവിനെയും വിട്ടേനെ, പുത്രനെയും വിട്ടേനെ. നമ്മൾ പറയും, എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കാരാഗ്രഹത്തിൽ നിന്ന് ഈ വെളിയിൽ വന്നെങ്കിൽ നമ്മുടെ ടെസ്റ്റിമണി മുഴുവൻ പറഞ്ഞു. ഇവിടെ അത്ഭുതം നടന്ന് 10 വർഷമൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോഴും 10 വർഷത്തിന് മുമ്പിട്ട് നടന്ന അത്ഭുതങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. ഇന്നലെ രാത്രി നടന്ന വലിയ വിടുതലിന്റെ സാക്ഷ്യമൊന്നും പത്രോസ് ഇവിടെ പറയാൻ നിന്നില്ല. പത്രോസ് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. പത്രോസ് പറയുന്നത് ആ കോർ പോയിന്റിലാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ഈ പോയിന്റേ വിട്ടേനെ, ഇന്നലെ നടന്ന അത് പറഞ്ഞേനെ, ഇന്നലെ നടന്ന ആ സാക്ഷ്യം പറഞ്ഞേനെ. പക്ഷെ ഇന്നലെ നടന്ന ആ സാക്ഷ്യം അത്ഭുതത്തിന്റെ സാക്ഷ്യം. പക്ഷെ അതിനേക്കാൾ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശും അവന്റെ ഉയർപ്പും. ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അവിടെ. അതിനെക്കുറിച്ചൊരു വാക്ക് പറയുന്നില്ലെന്നുള്ളതാണ്. എന്നിട്ട് ഇസ്രായേലിന്റെ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. വലം കൈ യഹൂദന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ജൂയിഷ് കൾച്ചറിൽ പറഞ്ഞാൽ അത് മഹത്വത്തെ കാണിക്കുന്നു,
അത് ശോഭയെ കാണിക്കുന്നു, അത് പവറിനെ കാണിക്കുന്നു. എല്ലാം ഇവിടെ പറഞ്ഞു, പിതാവ് അവനെ തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതകൾക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷിയാകുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കേട്ടിരിക്കുന്ന പബ്ലിക്കിന് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ പത്രോസ് പറഞ്ഞത് മുഴുവനും. ഉയർപ്പിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഉയർപ്പിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഏഞ്ചൽസിനെ കുറിച്ചുള്ള സാക്ഷ്യം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നു. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് അവരുടെ കോപം അവർക്ക് പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കി കളയുവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിന് ബഹുമാനമുള്ള, അതൊന്ന് വായിക്കാം, 34 തൊട്ടുള്ള വാക്യം, 34 തൊട്ട് 38 വരെ. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു. അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ നാളുകൾക്ക് മുമ്പേ ദദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോടുകൂടെ ചെന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദാ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികം എങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവിടെ ഗമാലിയേലിന്റെ ഉപദേശം, പുള്ളിയുടെ പ്രിൻസിപ്പിളാണ് താൻ അവിടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ നല്ല കാര്യമായിട്ടൊക്കെ നമുക്ക് തോന്നും. പുള്ളി പറയുന്നു, ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന വരികയിൽ ഇത് നശിച്ചു പോകും. പലപ്പോഴും ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഒക്കെ നമ്മളും കോട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഗമാലിയേൽ പറഞ്ഞത് ഈ അപ്പോസ്തലന്മാരുടെ കേസിൽ അവർക്ക് വിടുതലായിരുന്നു, അവർക്കത് നല്ല കാര്യമായിട്ട് ഭവിച്ചുവെങ്കിലും ബിബ്ലിക്കലായിട്ട് നോക്കിയാൽ കാലം ഇതെല്ലാം തെളിയിക്കും എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്നതിന്റെ വേറൊരു ഫോമാണ് താൻ ഇവിടെ പറഞ്ഞത്. ഇത് ദൈവികമെങ്കിൽ മാത്രമേ നിലനിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് നശിച്ചു പോകും. പാർഷ്യലി അത് കറക്റ്റ് ആണെങ്കിലും ദൈവികമല്ലാത്തതും ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. മോർമോൺസിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അവരുടെ ചർച്ചിനെ കുറിച്ചും അവരുടെ ഇസത്തെക്കുറിച്ചും. അതിന്റെ സ്ഥാപകന്മാരൊക്കെ മരിച്ചുപോയെങ്കിലും ഇന്നും ആ ചർച്ചസ് ഒക്കെ ഇന്നും വളരെ സ്ട്രോങ് ആയിട്ട്, ഈ പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ചർച്ചസും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നു. ഈ നശിക്കാത്തതെല്ലാം ദൈവികമാണെന്നുള്ള ഒരു ചിന്ത തെറ്റാണ്. ഈ ദൈവികമല്ലാത്ത അനേക കാര്യങ്ങളും ഇന്നും പ്രബലപ്പെട്ട് വളരെ സ്ട്രോങ് ആയി കൊണ്ടിരിക്കുന്നു. ദൈവികമായത് പലതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തുള്ള അവസ്ഥകൾ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന പല പ്രവർത്തനങ്ങളും ദൈവികമായിട്ട് ദൈവിക കാഴ്ചപ്പാടിലും ദർശനത്തിലും ഒക്കെ തുടങ്ങിയ പല പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായ സാഹചര്യങ്ങള്, കോൺസിക്വൻസസ് ഒക്കെ കാരണം പലപ്പോഴും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അതിന്റെ അർത്ഥം അത് ദൈവികമല്ലായിരുന്നു എന്നല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു പ്രിൻസിപ്പിൾ അല്ല. ഗമാലിയേലിന്റെ പ്രിൻസിപ്പിളൊക്കെ പലരും കോട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ബിബ്ലിക്കലായിട്ട് അംഗീകരിച്ച ഒരു പ്രിൻസിപ്പിളോ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമോ അല്ല. അദ്ദേഹം തന്റെ ഒരു വിസ്ഡത്തില് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ അവിടെ വിടട്ടെ. 39 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലോ അത് നിങ്ങൾക്ക് അത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പൊസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി.
പിന്നെ അവർ ദിനംപ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പോസ്തലന്മാർക്കുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ, അപ്പോസ്തലന്മാർക്കുണ്ടായ ഒരു ചേഞ്ച്, അവരിതൊക്കെ കേട്ട് ഈ അടിയും കൊണ്ട് ഇത് കൊണ്ടതിന് ശേഷം ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ അങ്ങ് വിട്ടയക്കുകയല്ല, അവരെ അടി കൊടുത്തിട്ടാണ് വിട്ടയക്കുന്നത്. ഈ അടിയും കൊണ്ട് അവർ പറയാണ്, ഇത് സന്തോഷത്തോടുകൂടെ അവർ സ്വീകരിച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇവരെ പ്രാഗിക്കൊണ്ടല്ല പോയത്, ഇവരെ പള്ളു പറഞ്ഞുകൊണ്ടല്ല പോയത്, കരഞ്ഞ് നിലവിളിച്ചല്ല പോയത്, സന്തോഷിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. ഈ അപ്പോസ്തലന്മാര് തന്നെ, ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന യേശുവിന്റെ കൂടെ പോയപ്പോൾ അവര് തന്നെയാ പറഞ്ഞത്, ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഈ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തവന്മാരെല്ലാം അങ്ങ് ദഹിപ്പിച്ചു കളയാം. ഞാൻ ഒന്ന് കമ്പയർ ചെയ്താല്, അപ്പോ ഈ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ എടുക്കണ്ട, അതിന്റെ 9-ാം അധ്യായത്തിന്റെ 54-ാം വാക്യത്തില് അവര് പറയുകയാണ്, നമ്മളെ സ്വീകരിക്കാത്ത ഈ പട്ടണത്തിലുള്ളവരെല്ലാം, നമ്മൾ വാക്ക് കേൾക്കാത്തവരെല്ലാം എന്ത് ചെയ്യണം, ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെല്ലാം അങ്ങ് ദഹിപ്പിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞ പുള്ളികളാണ് ഇന്ന് അടി കൊണ്ടിട്ടും അത് സന്തോഷത്തോടുകൂടെ സഹിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം? ഇതല്ലേ യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്? ഒരു ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. സാഹചര്യങ്ങളെ നാം എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. സാഹചര്യങ്ങൾ ടഫായി വരുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ മാറുന്ന ഒരവസ്ഥയാണോ എന്ന്, അതോ അതിനെയൊക്കെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാൻ, സഹിക്കുവാനുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ഒരു അഭിഷേകത്തിന്റെ ലെവലിലേക്ക് നാം വളർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. 1 പത്രോസ് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കഷ്ടതയെക്കുറിച്ച് തന്റെ ഒരു ജ്ഞാനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അവിടെ ആദ്യം എഴുതിയിരിക്കുകയാണ്, ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് ചൊല്ലി നിങ്ങൾ അതിശയിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ, ഈ കഷ്ടങ്ങൾ, ഈ കഷ്ടതകൾ, ഈ ഒറ്റപ്പെടലുകൾ, ഈ കുത്തുവാക്കുകളൊക്കെ ഇതിന്റെ പാർട്ടാണ്. ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം കർത്താവിനെ അനുഗമിക്കുകയും കർത്താവിനെ ഫോളോ ചെയ്യുകയും ഈ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുമ്പോൾ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് പത്രോസ് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എടാ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇത് എന്നുള്ളൊരു ചോദ്യം കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇതൊരു അപൂർവ കാര്യമല്ല, ഇത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ നിലവാരത്തിലാണെങ്കിലും ഈ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊരു അപൂർവ കാര്യമായി നിങ്ങൾ കണക്കെടുത്തത്. അതിന്റെ 13-ാമത്തെ വാക്യം, ഈ കഷ്ടതയിലുള്ള പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പറയുന്നു, നിങ്ങൾ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? സന്തോഷിച്ചു കൊള്ളുകയും. 14-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഇതിനകത്ത് ബലപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മഹത്വത്തിന്റെ ആത്മാവായ
ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെന്ന് നാം അവകാശപ്പെടുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ നടന്നു എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറിയോ? ഒരിക്കല് നമ്മുടെ ശത്രുക്കൾ മുഴുവനും നശിച്ചു പോകണമെന്ന് ചിന്തിച്ച നാം പകരം ഹല്ലേലൂയ, ഇതെന്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, എന്നെ ആ മഹത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്ലാനാണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഞാൻ മാറിയോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഇന്ന് കേട്ട തിരുവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഒന്നുകൂടെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പല ചലഞ്ചസും പല പോരാട്ടങ്ങളും നമ്മളെ മടുപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ എല്ലാം നടുവില് കർത്താവാണ് നമ്മളെ വിളിച്ചതെന്നുള്ളതും ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ പിന്നെയും സഹായിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം.